അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇൻവിസിബിൾ സിബ് ലൈനിങ് തുണിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമ്മൾ സിബ് വെക്കുന്ന ഭാഗം ഒരുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നല്ല തുണി എടുക്കുക, ലൈനിങ് അല്ല നല്ല തുണി, അതിന്റെ പുറത്തേക്ക് സിബ് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സിബ് വെക്കുക കേട്ടോ. ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, രണ്ട് വശം ഒരുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് സിംഗിൾ ഫുട്ട് അല്ലെങ്കിൽ 3 ടയർ ഫുട്ട് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ കൈ കൊണ്ട് വലിച്ചു പിടിച്ചത് കണ്ടില്ലേ, സിബിന്റെ തടിപ്പുള്ള ഭാഗം നമ്മൾ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ പറ്റ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എത്തിക്കുക കേട്ടോ. ശ്രദ്ധിക്കണം, ബിഗിനേഴ്സൊക്കെയാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ആ സിബിന്റെ ഓപ്പൺ ഭാഗം നല്ലപോലെ നന്നായിട്ട് കൈകൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ ആ പറ്റ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ. എങ്കിൽ മാത്രമേ അത് നല്ല ഫിനിഷിങ്ങിൽ ഉള്ളിലേക്ക് തന്നെ ഇരിക്കുകയുള്ളൂ. ഇൻവിസിബിൾ സിബ് ഇതുപോലെ ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടൊക്കെ ഇൻവിസിബിൾ സിബ് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും ഇത് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാൻ അറിയാത്തവരൊന്ന് ശ്രദ്ധിച്ച് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡ് സിംഗിൾ ഫൂട്ട് ഇട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 3 ടയർ ഫൂട്ടാണ്. അതാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മൂന്ന് ടൈപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതും നമ്മൾ അതുപോലെ തന്നെ ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് പിടിച്ചിട്ട് പറ്റിക്കൂടെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എത്തിക്കുക കേട്ടോ. ഇതുപോലെയാണ് നല്ല തുണിയിൽ ഇതുപോലെ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ. ഇതിനുശേഷം ഇനിയാണ് നമ്മൾ ലൈനിങ് ഇതിന്റെ പുറത്തോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല തുണിയിൽ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും സിബ് ഇരിക്കുന്നത്. നമ്മൾ ലൈനിങ് കൂടി അടിച്ചു കഴിയുമ്പോഴായിരിക്കും സിബ് തിരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേ നമ്മൾ നല്ല തുണിയിലേക്ക് സിബ് അറ്റാച്ച് ചെയ്ത ഭാഗത്തേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുകയാണെ. അതും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ തെന്നി പോകത്തൊന്നുമില്ല. അതിനുശേഷം പിന്നെ നമ്മൾ സിബ് നല്ല തുണിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്തോ അതുപോലെ തന്നെ അതിൻ്റെ മേളിൽ കൂടി തന്നെ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് എത്തിക്കാം. ആ പറ്റേ കൂടി തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് നമ്മൾ ഏത് സൈഡാണോ തയ്ക്കുന്നത് ആ സൈഡിലെ ഫൂട്ട് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലും ലൈനിങ് മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എത്തിക്കുക കേട്ടോ. നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെയാണ്, രണ്ട് വശത്തും ഒരുപോലെ തന്നെ നമ്മൾ ചെയ്യണം. സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ നെക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ലൈനിങ്ങിന്റെ പുറത്തോട് തന്നെ നമ്മൾ നെക്കും കൂടി ഫിനിഷ് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യണം. അതിനുശേഷം പുറത്തോട്ട് അധികം നിൽക്കുന്ന ആ സിബ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ ലൈനിങ് മറിച്ചെടുക്കാനായിട്ട് നെക്കിന് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ തുണി നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നെക്കും ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത രണ്ട് വശം അതുപോലെ തന്നെ നല്ല വശത്തേക്ക് വിടർത്തിയെടുക്കുക. അതിനുശേഷം എന്താ കഴുത്തിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒരു ഫിനിഷിങ് വരത്തില്ല. അപ്പോൾ അവിടെ നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ചിട്ട് നമ്മൾ അവിടെ ഒന്ന് കുത്തി കൊടുത്ത് അവിടെ ഒരു നല്ലപോലെ ലെവലാക്കി കൊടുക്കുക. ശേഷം നമ്മുടെ സിബ് ഉണ്ടല്ലോ, ഇതുപോലെ തിരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പോൾ സിബ് നേരെ വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിന് മുന്നായിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ തയ്ച്ചൊക്കെ ഒന്ന് കൈവച്ചൊന്ന് നേരെ വലിച്ച് നല്ല ലെവൽ ചെയ്ത് കൊടുത്തിട്ട് സിബ് ലോക്ക് ചെയ്യുക. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലൈനിങ്ങിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഒത്തിരി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ നമുക്ക് മെസ്സേജും കമൻസിലൊക്കെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് വിമർശനങ്ങളും നിങ്ങൾ പോസിറ്റീവ് കമൻസ് ഒക്കെ പറയാവുന്നതാണ് കേട്ടോ. ഇവിടെ നല്ല വശമാണ്. അതുപോലെ നമ്മൾ തിരിച്ചത് ലൈനിങ്ങിന്റെ വശത്തും ഈ സിബ് ഇങ്ങനെയാണ് ഇരിക്കുക. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ഫോളോ അപ്പ് ചെയ്ത് ഈ സിബ് നിങ്ങൾ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.